ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. പോർച്ചുഗൽ പ്രസിഡന്റുമായി രാഷ്ട്രപതി ഇന്ന് ചർച്ച നടത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മുവിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊച്ചി കപ്പൽശാലയിലെ 2 ഹരിത ടഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് പങ്കെടുക്കും. നാവിക കമാൻഡേഴ്സ് കോൺഫറൻസ് 2ാം ഘട്ടം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോകാരോഗ്യ ദിനം. ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ രുദ്രാക്ഷ് ബാലാസാഹിബ് പാട്ടീലിനാണ് മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ന് പുലർച്ചെ ലിസ്ബണിലെത്തിയ രാഷ്ട്രപതി പോർച്ചുഗലിൽ പ്രസിഡന്റ് മാർസെലോ റെബെല്ലോ ഡിസൂസയുമായി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യ പോർച്ചുഗൽ നയതന്ത്ര ബന്ധം 50 വർഷം പിന്നിടുന്ന വേളയിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പോർച്ചുഗൽ സന്ദർശനം. പോർച്ചുഗൽ പ്രധാനമന്ത്രി, പാർലമെന്റ് സ്പീക്കർ എന്നിവരുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹത്തെയും വിവിധ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരെയും സന്ദർശിക്കും. യാത്രയുടെ 2ാം പാദത്തിൽ ഈ മാസം 9-ന് രാഷ്ട്രപതി സ്ലോവാക്യ സന്ദർശിക്കും. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി, പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ എന്നിവരുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. 29 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി സ്ലോവാക്യയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുവിലെത്തി. ഇന്ന് കത്വയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ BSFന്റെ ഔട്ട് പോസ്റ്റ് സന്ദർശിക്കുന്ന അമിത്ഷാ സുരക്ഷാസ്ഥിതി അവലോകനം ചെയ്യും. തുടർന്ന് വീരമൃത്യു വരിച്ച പോലീസുകാരുടെ കുടുംബങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്ഭവനിൽ സന്ദർശിക്കും. നാളെ ശ്രീനഗറിൽ സുരക്ഷാ അവലോകന യോഗത്തിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കും. കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 2 ഹരിത ടഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് പങ്കെടുക്കും. കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സക്ഷൻ ഹോപ്പർ ഡ്രഡ്ജറിന്റെ നിർമ്മാണ പുരോഗതിയും മന്ത്രി വിലയിരുത്തും. കൂടാതെ ടെറാമാരിസ്, മിയാവാക്കി വാക്വേകളുടെ സമർപ്പണവും അദ്ദേഹം നിർവഹിക്കും. നാവിക കമാൻഡേഴ്സ് കോൺഫറൻസ് 2ാം ഘട്ടം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. 4 ദിവസത്തെ സമ്മേളനത്തിൽ ഉന്നത നാവിക കമാൻഡർ തല ചർച്ചകൾ നടക്കും. കഴിഞ്ഞ ദിവസം കർണാടകയിലെ കാർവാറിൽ വെച്ചാണ് സമ്മേളനത്തിന്റെ 1ാം ഘട്ടം നടന്നത്. 3 സേനകളും തമ്മിലുള്ള സമന്വയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രതിരോധ സെക്രട്ടറി വിക്രം മിശ്രയുമായും ഇന്ത്യയുടെ G20 ഷെർപ്പ അമിതാഭ് കാന്തുമായും ചർച്ചകൾ നടക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ ധനനയ യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും. റിപ്പോ പലിശ നിരക്കുകൾ സംബന്ധിച്ച തീരുമാനം യോഗം കൈക്കൊള്ളും. 2025-26 സാമ്പത്തിക വർഷത്തെ ആദ്യ ധനനയ യോഗമാണിത്. റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2 മാസത്തിൽ ഒരിക്കലാണ് RBI ധനനയ യോഗം ചേരുന്നത്. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ 2 ദിവസത്തെ ചിന്തൻ ശിവിറിന് ഇന്ന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ അധ്യക്ഷനാകും. സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. നാനോ യൂറിയ, നാനോ DAP എന്നിവയിലൂടെ IFFCO ആഗോളതലത്തിൽ ഇന്ത്യയുടെ കീർത്തി വർദ്ധിപ്പിച്ചതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സഹകരണ മേഖലയിലെ പ്രമുഖ വളം ഉൽപാദകരായ IFFCOയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. IFFCOയുടെ വിത്ത് ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിലാണ് കൂടിക്കാഴ്ച. സർക്കാരും സമരക്കാരും തമ്മിൽ 3 തവണ ചർച്ച നടന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിരുന്നില്ല. ഇന്ന് ലോകാരോഗ്യ ദിനം. 1948-ൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ വാർഷികമാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അമ്മയുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യമാണ് ഇത്തവണത്തെ ലോകാരോഗ്യ ദിന വിഷയം.
മാതൃശിശു മരണം കുറയ്ക്കുന്നതിന് നൽകുന്ന പരിചരണം പ്രസവാനന്തരവും പ്രധാനമാണെന്ന് കിളിമാനൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന VS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങളെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവയെ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നതിനും ദിനാചരണം സഹായിക്കുന്നു. ഒഴിവാക്കാവുന്ന മാതൃശിശു മരണങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യവും അതിജീവനവും വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഗർഭകാലത്ത് തന്നെ കൃത്യമായ ഉയർന്ന നിലവാരമുള്ള പരിചരണം എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ലഭ്യമാക്കേണ്ടതുണ്ട്. ഗർഭകാലത്തെയും പ്രസവകാലത്തെയും പരിചരണം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രസവാനന്തര പരിചരണം. ലോകാരോഗ്യ ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിൽ മുൻകൂർ ടോക്കൺ, ഡിജിറ്റൽ പണമിടപാടുകൾ എന്നിവ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. പുതിയ തീരുവ പ്രഖ്യാപനത്തിന് ശേഷം 50-ലധികം രാജ്യങ്ങൾ ചർച്ചകൾക്കായി യുഎസിനെ സമീപിച്ചതായി വൈറ്റ് ഹൌസ്. പ്രഖ്യാപനത്തിന് ശേഷം യുഎസ് ഓഹരി വിപണികളിൽ $6 ട്രില്യൺ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും താരിഫിനെ പിന്തുണയ്ക്കുന്നതായി യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെന്റ് സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. അതേസമയം ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ വൻ പ്രതിഷേധം നടക്കുകയാണ്. ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യൻ താരം രുദ്രാക്ഷ് ബാലാസാഹിബ് പാട്ടീലിന് സ്വർണം. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗിലാണ് മെഡൽ നേട്ടം. 2023 ഇന്ത്യയ്ക്കായി രുദ്രാക്ഷ് സ്വർണം നേടിയിരുന്നു. 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ ചൈനയ്ക്ക് ഒപ്പമാണ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് കീഴടക്കി ഗുജറാത്ത് ടൈറ്റൻസ്. മുഹമ്മദ് സിറാജാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം. സാൻഡ് ആർട്ടിന് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ഫ്രെഡ് ഡയറിക്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് സുദർശൻ പട്നായിക്കിന്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഒഡീഷ സ്വദേശിയായ ശ്രീ പട്നായിക്കിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മുണ്ടൂർ കയറംകോട് സ്വദേശി അലനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന അമ്മ വിജി പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഉച്ചവരെ മുണ്ടൂർ പഞ്ചായത്തിൽ CPIM ഹർത്താൽ ആചരിക്കും. DFO ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തും. ഗാസയിൽ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹമാസുമായി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് പ്രതിഷേധം. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി 31 ടൺ അവശ്യ സാധനങ്ങൾ മ്യാൻമാറിലേക്ക് അയച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അതേസമയം മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3471. ചില പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ മാസം 24 വരെ അധിക പിന്തുണ ക്ലാസ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. 2541 സ്കൂളുകളിൽ നിന്നുള്ള 8ാം ക്ലാസ് പരീക്ഷാഫലം നിലവിൽ ലഭ്യമായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. CPIM ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ മധുരയിൽ ചേർന്ന 24ാം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തു. 18-അംഗ പോളിറ്റ് ബ്യൂറോയെയും 84-അംഗ കേന്ദ്ര കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. രാജ്യസഭാംഗം, കേരള നിയമസഭാംഗം, വിദ്യാഭ്യാസ മന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2012-ൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലംമാറ്റ പ്രക്രിയ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. ഇതിനായി അധ്യാപകരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ അത് വെരിഫൈ ചെയ്യാനും കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ പോർട്ടലിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പ്രോസിക്യൂഷൻ നടപടി തടയണമെന്നാവശ്യപ്പെട്ട് കൊച്ചി CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. അതേസമയം SFIO അന്വേഷണത്തിന് എതിരായി CMRL നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ജൂലൈയിലേക്ക് മാറ്റിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പോർച്ചുഗൽ സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. പോർച്ചുഗൽ പ്രസിഡന്റുമായി രാഷ്ട്രപതി ഇന്ന് ചർച്ച നടത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മുവിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊച്ചി കപ്പൽശാലയിലെ 2 ഹരിത ടഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് പങ്കെടുക്കും. നാവിക കമാൻഡേഴ്സ് കോൺഫറൻസ് 2ാം ഘട്ടം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷ നിർഭരമായ ഭാവി എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോകാരോഗ്യ ദിനം. ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ രുദ്രാക്ഷ് ബാലാസാഹിബ് പാട്ടീലിനാണ് മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.